നീ കണ്ടോ ഇന്നീ വയലേല, അതിലുണ്ടേറെ നെല്ലല്ലിതു പുല്ല്. പണ്ടാണേലുണ്ടായിരുന്നന്നം ഇന്നുണ്ടാക്കുവാനാളില്ലീ പൊന്ന്. പണ്ടാണേലുണ്ടായിരുന്നന്നം ഇന്നുണ്ടാക്കുവാനാളില്ലീ പൊന്ന്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പറയുന്ന പോലെ വ്ളോഗിൽ വന്ന് കുറേ കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. എന്നാലും ഇന്ന് ഞാൻ ഒന്ന് നാട് കാണാൻ ഇറങ്ങുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ പിറകെയുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുമോ? പുല്ല് ഇങ്ങനെ സൈഡിൽ ചേച്ചി ഇങ്ങനെ ചവിട്ടുമായിരുന്നു. അപ്പോൾ മണ്ണ് കാലുമാവില്ല, അല്ല കാൽമതാവില്ല, മുള്ളുത്തും മുള്ളുത്തുണ്ടായിരുന്നു. എങ്ങനെ അങ്ങനല്ലേ കഴിച്ചു എൻ്റെ കാലം ഇങ്ങനെ ഈ സൈഡിക്കൊക്കെ ആ പുല്ലിന്റെ അടിയിൽ വല്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയട്ടെ. ഇങ്ങനെ ഒരു തടസ്സം കിട്ടും നമുക്ക്. അതായത് മണ്ണിലാണ് കാല് ഇങ്ങനെ പാടത്തിലൂടെ നടക്കാമെന്ന് പറയുമ്പോൾ ഒരു ആവേശത്തിന് ഇറങ്ങിയതാണ്. പക്ഷേ വെള്ളവും ചെളിയെല്ലാം ആയിട്ട് മനുഷ്യന്മാർക്ക് അതിൽ കാല് കുത്താൻ കഴിയുന്നുണ്ടായിട്ട് ഒരു അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നാം ഇപ്പോൾ ഒരു വലിയ പാടം കടന്നിട്ട് വന്നു. ഏതെല്ലോ കാട്ടിലെയും തോട്ടിലും എന്നെ കൊണ്ടുപോകുന്നുണ്ടിരിക്കുക. ഈ നേരത്തെ ഈ അമ്പലത്തിൽ ആരുമില്ല എന്ന് ഇവർ പറഞ്ഞു. എന്നാലും ഒരു സന്തോഷത്തിന് ഇതിനകത്ത് കയറുന്നു. എന്താ രസം. അഷ്ടനാഗങ്ങളാരന്തനും ശകനും അൻപോട് കുക്കൂപ്പൻ കൽപ്പണിക്ക് ആദ്യമായുള്ളൊരു വിശ്വകർമ്മി വന്നേ. ഈ കുളമെല്ലാം കാണുമ്പോഴാണ് ശരിക്കും നാട് നല്ലോണം മിസ്സാവുന്നത്. ശരിക്കും മലപ്പുറം ഒരു ഗ്രാമീണ ഭംഗിയുള്ള ഒരു നാട് തന്നെയാണ്. മലപ്പുറത്തിന്റെ ഗ്രാമീണ ഭംഗി. ഇപ്പൊ നമ്മൾ വന്ന അമ്പലമാണ് ഇരിങ്ങത്തൂർ അമ്പലം അല്ലേ? ഇരിങ്ങളത്തൂർ അമ്പലം. ഞങ്ങളെല്ലാവരും സംശയിച്ചു. പണ്ട് പഠിക്കുന്ന നീലക്കള്ളി അതുകൊണ്ടപ്പോ ഞങ്ങളൊക്കെ സംശയിച്ചൊരു കുട്ടി മരിച്ചു. വെറുതെയാണ്. ഇതിലാണ് നെച്ചിക്കാട്ട് അതിലെ ഞാൻ ഇറങ്ങി വരുന്ന സ്ഥലം. സ്കൂൾ നല്ല വെള്ളം ഉണ്ടല്ലോ. തുപ്പിയോളും ഇതെല്ലാം ഞാൻ ഇതിലിടും കേട്ടോ. ഈ വർത്തനം പറയുന്നതെല്ലാം ഞാനിടും. മീൻകാരൻ ഈ വെള്ളം എന്തൊക്കെയോ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇതല്ലത് കോരി വരും, പുറത്തുനിന്ന് ആരും വരില്ല. ഇടം വരെ ഇറങ്ങാല്ലേ? ഇതിലേക്കൊക്കെ ഇറങ്ങിയിരുന്നു പരിപാടി. പരിപാടിയിൽ ഇറങ്ങിയത് കുളം മനസ്സിലായി. അതന്നെ കുളം. ശരിക്കും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവസാനം ഈ വീട്ടിലൊക്കെ എത്തുമ്പോഴാണ് കുറേ സന്തോഷമായത്. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലിലെല്ലാം പണ്ടത്തെ വീടെല്ലാം കാണുന്ന സമയത്ത് നൊസ്റ്റാൾജി അടിച്ച് കുറേ നടക്കലുണ്ടായിരുന്നു. പക്ഷെ ഇവർ ഈ വീട് സൂക്ഷിക്കുന്നതും ആ വീടിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ ഭാഗവും കണ്ടിട്ടാകുമ്പോൾ പണ്ടത്തെ ആൾക്കാർ ജീവിച്ചൊരു ചുറ്റുപാടെല്ലാം മനസ്സിലേക്ക് വന്നു. വളരെ സന്തോഷമായൊരു നിമിഷമായിരുന്നു ഇന്ന്. എന്ത് പറയൽ, ഇനിയും കുറേ കാണാനുണ്ടെന്നറിയാം. അപ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം ചെറുതായിട്ട് ഒപ്പിയെടുത്തിട്ട് ഞാൻ പോകുന്ന വഴികൾ നിങ്ങളെ കാണിക്കുന്നതെന്ന് മാത്രം. ഇത് വലിയ വ്ളോഗൊന്നുമല്ല, ചെറിയ യാത്ര ഒരു ഓർമ്മക്കായി പങ്കുവെക്കുന്നു. കാസർഗോഡ് നിന്ന് മലപ്പുറത്തേക്ക് വരുന്നത് പറഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ പറഞ്ഞു അവിടെ നിന്നൊന്നും ഉണ്ടാവില്ല കാണാനും അനുഭവിക്കാനൊന്നും പറഞ്ഞതിനുള്ള മറുപടിയാണിത്.
ഒന്നുമല്ല, എല്ലാ നാടും ഒരുപോലെയാണ്. എല്ലാ നാട്ടിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും ആ നാടിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. ഞാൻ ഒരുപാട് ഭാഗ്യവതിയാണ് ശരിക്കും. ജനിച്ചുള്ള നാടെനിക്ക് ഒരിക്കലും മിസ്സാകുന്നില്ല. അപ്പോൾ ഇനി